പ്രീതികര സുഹൃത്തുക്കളെ, എൻ്റെയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ചരിത്രത്തിലെ വൈസ്രോയിമാരെ കുറിച്ച് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് ലിട്ടൻ പ്രഭുവിനെ കുറിച്ചായി. ഈ ലിട്ടൻ പ്രഭു കുറേയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ജനതയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് കുറച്ച് തെറ്റായ കാഴ്ചപ്പാടോടുകൂടി ഒരു 3-4 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിലും അദ്ദേഹം ചെയ്ത തെറ്റായ കാര്യങ്ങളിൽ മേലാണ് എപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കുക. ബംഗാളിലും ബീഹാറിലും അതിരൂക്ഷമായ ക്ഷാമം നടക്കുന്ന കാലഘട്ടത്ത് അധിക ചെലവെന്ന രീതിയിൽ അദ്ദേഹം വിക്ടോറിയ രാജ്ഞിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി 1877 ഗ്രാൻഡ് ദർബാർ സംഘടിപ്പിച്ചു ഡൽഹിയിൽ വെച്ച്. ഇന്ത്യയിലെ പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നു. ഇതിനെ വിമർശിച്ചുകൊണ്ട് അവര് ലേഖനങ്ങൾ എഴുതി, വാർത്തകൾ എഴുതി. ഇതിൽ ദേഷ്യം പൂണ്ട നമ്മുടെ ലിട്ടൻ പ്രഭു പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കി. ഇതുകൂടാതെ ഇന്ത്യക്കാരെ സിവിൽ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള ഉയർന്ന പ്രായപരിധി 21 നിന്ന് 19 കുറയ്ക്കുകയും ചെയ്തു. ഇതില് നമുക്ക് എന്തെങ്കിലും തിരുത്താൻ കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ തിരുത്താം. ഒന്ന്, പ്രാദേശിക പത്രഭാഷാ നിയമം നമുക്ക് ഒഴിവാക്കാം. 2, സിവിൽ സർവീസ് പരീക്ഷ എന്നുള്ള പ്രായപരിധി കുറച്ചത് പഴയപടിയായി പുനഃസ്ഥാപിക്കാം. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് റിപ്പൺ പ്രഭു ഇന്ത്യയിലേക്ക് വരിക. അപ്പൊ റിപ്പൺ പ്രഭുവിന് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റുമോ? വൈസ്രോയി ആയതുകൊണ്ട് തന്നെ സ്വന്തമായി തീരുമാനമെടുക്കാനൊന്നും പറ്റത്തില്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടനിലും ഭരണമാറ്റം ഉണ്ടായിരിക്കും അല്ലെ? യെസ്, തീർച്ചയായിട്ടും. ബ്രിട്ടനില് പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികളാണ് ഉള്ളതെന്ന് നിങ്ങൾ ലോകചരിത്രം പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട് അല്ലെ? പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ പറയാറുണ്ട്, സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിനിധികൾ അഥവാ പാർലമെന്റ് പക്ഷത്തെ രാഷ്ട്രീയ പാർട്ടി എന്ത് പേരിൽ അറിയപ്പെട്ടു? വിഗുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ഉൾപ്പെടുന്ന രാജകീയ പക്ഷത്തെ രാഷ്ട്രീയ പാർട്ടി ടോറികൾ എന്നാണ് അറിയപ്പെടുക. പാർലമെന്റ് പക്ഷത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടി എന്താ? വിഗുകൾ എന്നറിയപ്പെട്ടു. ആ വിഗുകൾ പിൽക്കാലത്ത് തൊഴിലാളികൾ, തൊഴിൽ ചെയ്യുന്നവരുടെ, അതായത് സാധാരണക്കാരായ ജനങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എന്ന അർത്ഥത്തിൽ ലേബർ പാർട്ടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇംഗ്ലണ്ടിലെ ഒരു പ്രധാന പാർട്ടി ഏതാ? ലേബർ പാർട്ടി. അത് പണ്ട് അറിയപ്പെട്ടത് എങ്ങനെയാ? വിഗുകളാണ്. രാജകീയ പക്ഷത്തെ രാഷ്ട്രീയ പാർട്ടിയായ ടോറികൾ പിൽക്കാലത്ത് എന്തായി പെരുമാറി? ലിബറൽ പാർട്ടിയായി പെരുമാറി. അപ്പൊ നമുക്കറിയാം, രാജകീയ പക്ഷം പ്രഭുക്കന്മാരൊക്കെ ആണെങ്കിൽ സാധാരണ ജനങ്ങളെ അടിമയായി അല്ലെങ്കിൽ പുച്ഛത്തോടെ ഒരു വിവേചനത്തോടു കൂടി ഭരിക്കുന്ന വിഭാഗമായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ എപ്പോഴൊക്കെ ലിബറൽ പാർട്ടി അധികാരത്തിൽ വരുമോ അപ്പോഴൊക്കെ ബ്രിട്ടീഷ് കോളനികളിലും അത് പ്രതിഫലിക്കുമായിരുന്നു. അടിമയായി കണക്കാക്കുന്ന ഒരു രീതി, സ്വാതന്ത്ര്യം ഖനിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ലിബറൽ പാർട്ടിയുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസെന്റ് ചർച്ചിൽ. പലപ്പോഴും ഇന്ത്യക്കാരെ അടിമയായി ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. പരിഹസിച്ച് വിളിച്ചതാണ്. ഇന്ത്യ പലപ്പോഴും സ്വാതന്ത്ര്യം ആവശ്യപ്പെടുമ്പോഴൊക്കെ പല ന്യായങ്ങളും പിഴഞ്ഞ് ഒഴിവാക്കാനായിട്ടും ആര് പരിശ്രമിച്ചിരുന്നു? വിൻസെന്റ് ചർച്ചിൽ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അദ്ദേഹം ലിബറൽ പാർട്ടിയുടെ വ്യക്തമാണ്. ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഒരു ഉദാര മനസ്കതയോടുകൂടിയാണ് അവര് ഭരണം നടത്തുക. അത് കോളനിയിലും പ്രതിഫലിച്ചിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വ്യക്തിത്വമുണ്ട്, ക്ലെമന്റ് ആറ്റ്ലി. അദ്ദേഹം ബ്രിട്ടനിലെ ലേബർ പാർട്ടിയുടെ വ്യക്താവായിരുന്നു. അദ്ദേഹമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് 1947 അല്ലെ? സ്വാതന്ത്ര്യം വിഭാവനം ചെയ്തു. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ എപ്പോഴാണോ ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നത് അപ്പോൾ ഇന്ത്യക്ക് നല്ല കാര്യങ്ങൾ, ഇന്ത്യൻ ജനതയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചു. എപ്പോഴൊക്കെയാണോ ലിബറൽ പാർട്ടി അധികാരത്തിൽ വരുന്നത് അപ്പോഴൊക്കെ മോശമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പൊതുവായി നമുക്ക് വിലയിരുത്താം.
ഇന്ന് നമ്മൾ ദിവസം പഠിക്കുന്നത് റിപ്പൺ പ്രഭുവിനെ കുറിച്ച്. അപ്പൊ റിപ്പൺ പ്രഭുവിന്റെ വരവിന്റെ ഉദ്ദേശം രണ്ട്. ഒന്ന്, ഇന്ത്യക്കാർക്ക് ഉതകുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. രണ്ട്, ലിട്ടൺ പ്രഭു ചെയ്ത തെറ്റായ കാര്യങ്ങൾ തിരുത്തുക. പക്ഷെ റിപ്പൺ പ്രഭുവിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? അദ്ദേഹം വൈസ്രോയി ആണ്. വൈസ്രോയി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വൈസ്രോയി എന്ന് പറയുന്ന ആരാണ്? യെസ്, ബ്രിട്ടീഷ് പാർലമെന്റിന് നിർദ്ദേശപ്രകാരം ഭരിക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ഗവർണർ ജനറൽ ആയിരുന്നെങ്കിൽ സ്വതന്ത്രമായി തീരുമാനം എടുക്കായിരുന്നു. ഓക്കെ. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ ആരാണോ അധികാരത്തിൽ വരുന്നത് അതനുസരിച്ച് നയം മാറുമെങ്കിൽ റിപ്പൺ പ്രഭു ഇന്ത്യക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ബ്രിട്ടനിൽ ആരായിരിക്കും ഭരണത്തിൽ ഉണ്ടാവുക? ലേബർ പാർട്ടി. ഓക്കെ, നമുക്ക് തുടങ്ങാം. കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. തുടങ്ങിയാലോ? യെസ്, റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവിന്റെ ഇന്ത്യയിലെ വൈസ്രോയായി സേവനം ചെയ്ത കാലയളവ് എന്ന് പറയുന്നത് 1880 മുതൽ 84 വരെ കേവലം 4 വർഷങ്ങൾ. ഇദ്ദേഹത്തെ ജനകീയനായ വൈസ്രോയി എന്ന് വിളിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ദ മോസ്റ്റ് പോപ്പുലർ വൈസ്രോയി. ജനകീയനായ വൈസ്രോയി, ജനങ്ങൾക്ക് ഹിതമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. രണ്ട്, ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് എന്ന് വിളിക്കുന്നു. ഗ്ലാഡ്സ്റ്റൺ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ലേബർ പാർട്ടിയുടെ നേതാവാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ലേബർ പാർട്ടിയുടെ നേതാവാണ് ഈ ഗ്ലാഡ്സ്റ്റൺ എന്ന് പറയുക. നമ്മൾ ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ രണ്ടുപേരെയാണ് ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് എന്ന് വിളിക്കുക. ഒന്ന്, ദേശീയ നേതാവായ ദാദാഭായ് നവറോജി. രണ്ട്, റിപ്പൺ പ്രഭുവിനെയും. എന്തുകൊണ്ട്? ദാദാഭായ് നവറോജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ എന്നതാണ്, അല്ലെ? അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? നമ്മുടെ ദാദാഭായ്. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗത്വം നൽകിയത് ലേബർ പാർട്ടിയുടെ വക്താവായ ഗ്ലാഡ്സ്റ്റൺ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് എന്ന് വിളിക്കുക. രണ്ട്, റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവിനെ ഇന്ത്യയിലേക്ക് നിയമിക്കുന്നത് ഗ്ലാഡ്സ്റ്റൺ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് റിപ്പൺ പ്രഭുവിനെ സപ്പോർട്ട് ചെയ്തത് ഗ്ലാഡ്സ്റ്റൺ ആയിരുന്നു. അതുകൊണ്ട് റിപ്പൺ പ്രഭുവിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് എന്ന് വിളിക്കും. ഇനി റിപ്പൺ പ്രഭു ഇന്ത്യക്കാർക്ക് ഉതകുന്ന കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് അദ്ദേഹം എന്തെന്ന് വിളിച്ചത്? ജനകീയനായ വൈസ്രോയി എന്ന് വിളിച്ചത്, അല്ലെ? എന്തൊക്കെയാണ് ചെയ്തത് എന്ന് നമുക്ക് പരിശോധിക്കാം, അല്ലെ? അല്ല, ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇന്ത്യയിൽ ആദ്യമായി തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ആരായിരുന്നു? റിപ്പൺ പ്രഭു ആയിരുന്നു. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് റിപ്പൺ പ്രഭുവാണ്. എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടി, ഓക്കെ, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൊഴിൽ നിയമങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ജനകീയൻ എന്ന് വിളിക്കുക. ഒരുപക്ഷെ തൊഴിൽ നിയമത്തിലൂടെ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് കൊണ്ടുവന്നതെങ്കിൽ നമ്മൾ അങ്ങനെ വിളിക്കത്തില്ല, ശരിയല്ലേ? ഒരു നിയമം കൊണ്ടുവരുമ്പോൾ രണ്ടു തരത്തിലാകാം. തൊഴിലാളികളെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുന്നതാവാം, തൊഴിലാളികൾക്ക് അവകാശങ്ങൾ നൽകുന്നതാകാം. ഇവിടെ ഇന്ത്യയിൽ ആദ്യമായി തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ജനങ്ങൾക്ക് ഉതകുന്ന, തൊഴിലാളികൾക്ക് ഉതകുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചു. ഇനി 1881 ഒന്നാം ഫാക്ടറി നിയമം പാസ്സാക്കി. യഥാർത്ഥത്തില് നിയമത്തിന്റെ പേര് ഫാക്ടറി നിയമം എന്നാണ്. പിൽക്കാലത്ത് വീണ്ടും ഫാക്ടറി നിയമം പാസ്സാക്കപ്പെട്ടപ്പോൾ അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഒന്നാം ഫാക്ടറി നിയമം എന്ന് വിളിച്ചു. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഒന്നെങ്കിൽ ഫാക്ടറി നിയമം പാസ്സാക്കി, അല്ലെങ്കിൽ ഒന്നാം ഫാക്ടറി നിയമം പാസ്സാക്കിയത് റിപ്പൺ പ്രഭുവാണ്. ഏത് വർഷം? 1881. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബാലവേല നിരോധനം നടപ്പിലാക്കി. ഇവിടെ ബാലവേല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ജോലിയാണ് അവിടെ നിരോധിക്കുക. അപ്പൊ PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബാലവേല നിരോധനം നടപ്പിലാക്കിയത് ആരായിരുന്നു? ആരാ? റിപ്പൺ പ്രഭു. ബാലവേല നിരോധിക്കുന്നതിന് വേണ്ടി റിപ്പൺ പ്രഭു പാസാക്കിയ നിയമം ഏത്? ഒന്നാം ഫാക്ടറി നിയമം. അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ബാലവേല നിരോധിച്ചത് ഒന്നാം ഫാക്ടറി നിയമം 1881 അടിസ്ഥാനത്തിലാണ്. ക്ലിയർ? 1881 ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടപ്പിലാക്കി. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റെഗുലർ സെൻസസ് നടപ്പിലാക്കി എന്ന് പറയാം. ക്രമീകൃത സെൻസസ് അഥവാ റെഗുലർ സെൻസസ് നടപ്പിലാക്കി എന്ന് നമുക്ക് പറയാം, അല്ലെ? ക്രമീകൃത സെൻസസ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റെഗുലർ സെൻസസ്.
ക്രമീകൃത കനേഷുമാരി എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം സെൻസസിന് മലയാളം എന്ന് പറയുന്നത് കനേഷുമാരിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ മയോ പ്രഭു പഠിപ്പിച്ചപ്പോൾ അല്ലെ. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1872 മയോ പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയത് 1872 മയോ പ്രഭു ആയിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ക്രമീകൃത സെൻസസ് അഥവാ റെഗുലർ സെൻസസ് നടപ്പിലാക്കിയത് 1881 റിപ്പൺ പ്രഭു. നമ്മൾ അതുമായി കണക്ട് ചെയ്യാൻ വേണ്ടി തിരുവിതാംകൂറിലെ രണ്ട് കാര്യങ്ങളോട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. തിരുവിതാംകൂറിൽ ആദ്യമായി സെൻസസ് ആരംഭിച്ചത് ആരായിരുന്നു? സ്വാതി തിരുനാളം 1836. തിരുവിതാംകൂറിൽ ആദ്യമായി ക്രമീകൃത സെൻസസ് നടപ്പിലാക്കിയത് ആയില്യം തിരുനാൾ 1875 അതുപോലെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെയും പറയുക. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയത് മയോ പ്രഭു 1872 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ക്രമീകൃത സെൻസസ് അഥവാ റെഗുലർ സെൻസസ് നടപ്പിലാക്കിയത് റിപ്പൺ പ്രഭു 1881 ഓക്കെ. 1881 മൈസൂരിന് രാജാധികാരം പുനഃസ്ഥാപിച്ചു. അവിടെ രാജാധികാരം നൽകുമ്പോഴും അതിന്റെ കീഴിൽ ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടായ പാർലമെന്ററി ജനാധിപത്യ സംവിധാനമാണ് അവിടെ തുടക്കം കുറിക്കുക. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാജഭരണം. ബ്രിട്ടനിൽ അങ്ങനെയല്ലേ, ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാജഭരണത്തിനാണ് അവിടെ തുടക്കം കുറിക്കുക. അപ്പൊ മൈസൂരിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ബ്രിട്ടീഷിനോട് കൂട്ടിച്ചേർത്ത ആരാ? നമ്മൾ പഠിച്ചു, ഗവർണർ ജനറലായ റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്ത് അദ്ദേഹത്തിന്റെ സഹോദരനായ ആർതർ വെല്ലസ്ലിയാണ് മൈസൂർ രാജാവായ ടിപ്പു സുൽത്താനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും മൈസൂർ സാമ്രാജ്യത്തെ ബ്രിട്ടീഷിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ആ മൈസൂർ സാമ്രാജ്യത്തിന് രാജാധികാരം പുനഃസ്ഥാപിക്കുകയും അവിടെ ജനാധിപത്യ ഭരണം ആരംഭിക്കുകയും ചെയ്തു. ഓക്കെ, ഈ ജനാധിപത്യ ഭരണം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ജനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ അല്ലെങ്കിൽ ജനങ്ങളെ ഭരണത്തിൽ പങ്കാളിയാക്കുക. ജനസംഖ്യ കൂടുതൽ പ്രദേശമാണെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമല്ലല്ലോ. അതായത് ജനങ്ങൾ നേരിട്ട് ഭരണം നടത്താൻ സാധ്യമല്ല, പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമല്ല. ആ സാഹചര്യത്തിൽ പരോക്ഷ ജനാധിപത്യമാണ് കൊണ്ടുവരിക. ജനങ്ങളുടെ പ്രതിനിധികൾ ഭരണത്തിൽ വരും, അധികാരം സ്ഥാപിക്കും അല്ലെ. ജനങ്ങളുടെ പ്രതിനിധികൾ എങ്ങനെ കൊണ്ടുവരാം? ഒന്നുകിൽ നോമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട് ചെയ്യാം. ഏതായിരിക്കും ജനാധിപത്യം എന്ന് പറയുമ്പോൾ? ഇലക്ട് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി മൈസൂറിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചു. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മൈസൂരിലാണ്. ഏത് വർഷം? 1881. ആരുടെ കാലഘട്ടത്ത്? റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. ഇന്ത്യയിൽ ആദ്യമായി ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചത് ഏത് നാട്ടുരാജ്യത്ത്? ഉത്തരം മൈസൂർ, 1881. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തിരുവിതാംകൂർ വരും അല്ലെ. തിരുവിതാംകൂർ അങ്ങനെ എന്തോ ഒരു ചോദ്യം ഉണ്ടല്ലോ അല്ലെ. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ചോദ്യം പറഞ്ഞു തരാം. തിരുവിതാംകൂർ ഉത്തരമായി വരുന്ന ചോദ്യം പറഞ്ഞുതരാം. എന്താണ് ചോദ്യം എന്നറിയാമോ? ഇന്ത്യയിൽ ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച നാട്ടുരാജ്യം തിരുവിതാംകൂർ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച നാട്ടുരാജ്യം ഏതാണ്? തിരുവിതാംകൂർ ആണ്. ഏത് വർഷം? 1888. ശരിയല്ലേ? അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച നാട്ടുരാജ്യം തിരുവിതാംകൂർ 1888 എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ച നാട്ടുരാജ്യം എന്നാണ് ചോദ്യമെങ്കിൽ മൈസൂര് പറയണം. ഏത് വർഷം? 1881. ഓക്കെ, അപ്പോ മൈസൂരിൽ രാജാധികാരം പുനഃസ്ഥാപിച്ചു. രാജാധികാരത്തിന്റെ കീഴിൽ ജനാധിപത്യവും ആരംഭിച്ചു. അഥവാ നമുക്ക് പറയാം, ഇന്ത്യയിൽ ആദ്യമായി മൈസൂരിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചു. ജനങ്ങൾ തിരഞ്ഞെടുത്ത് അവരുടെ പ്രതിനിധികൾ അയക്കുന്നതിനെയാണ് നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയാം അല്ലെ. ഇപ്പൊ MLA ഫുൾ ഫോം എന്താ? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ലേ. ഇനി ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പർ നമ്മൾ എന്തെന്ന് വിളിക്കും? MLC, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, MLC എന്നാണ് വിളിക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ടാവരുതേ. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പർ ആണെങ്കിൽ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുന്നതാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പർ ആണെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുമായിരിക്കും. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യുന്ന സ്ലൈഡ്. 1881 ഒന്നാം ഫാക്ടർ നിയമം പാസാക്കി റിപ്പൺ പ്രഭു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ബാലവേല നിരോധനം നടപ്പിലാക്കുക.
1881 ആദ്യത്തെ റെഗുലർ സെൻസസ് അഥവാ ക്രമീകൃത സെൻസസ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് റിപ്പൺ പ്രഭു തന്നെ. 1881 മൈസൂരിൽ രാജാധികാരം പുനഃസ്ഥാപിച്ചു. ഇന്ത്യയിൽ ആദ്യമായി മൈസൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിക്കുകയും ചെയ്തു, അഥവാ ജനാധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ്, 1888. അപ്പൊ തിരുവിതാംകൂറിൽ എന്നാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കും. തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിക്കുന്നത് 1904. ഓക്കെ. അപ്പൊ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് 1888, തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചത് 1904. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലിനെയും കൂടെ കൂട്ടിച്ചേർത്ത് നിയമം നിർമ്മിക്കാനുള്ള സഭ എന്ന അർത്ഥത്തിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ശ്രീമൂലം പ്രജാസഭ എന്ന് വിളിക്കും. ശ്രീമൂലം പ്രജാസഭ. അപ്പൊ ശ്രീമൂലം പ്രജാസഭ രൂപീകരിച്ചത് എന്നെന്ന് ചോദിച്ചാൽ എന്നെന്ന് പറയണം? 1904 എന്ന് പറയണം. അപ്പൊ ശ്രീമൂലം പ്രജാസഭ എന്ന രൂപീകരിച്ച 1904, തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന രൂപീകരിച്ച് 1904, തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന രൂപീകരിച്ച് 1888. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്നുകൂടെ വ്യക്തമാക്കാം. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചത് 1904. ഈ തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെയും ലെജിസ്ലേറ്റീവ് കൗൺസിലിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ശ്രീമൂലം പ്രജാസഭ. ഒരുമിച്ച് വിളിക്കണമെങ്കിൽ രണ്ടും രൂപീകരിക്കപ്പെടണ്ടേ? രണ്ടും രൂപീകരിക്കപ്പെടണം അല്ലെ? അപ്പൊ ശ്രീമൂലം പ്രജാസഭ എന്നാ രൂപീകരിച്ച് 1904 എന്ന് പറയേണ്ടി വരും. കാരണം ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ച 1904 തന്നെയാണ് ശ്രീമൂലം പ്രജാസഭ രൂപീകരിച്ചതെന്നും പറയാം. ഇത്രയും ക്ലിയർ ആണ്. റിപ്പൺ പ്രഭു തീർന്നിട്ടില്ല. റിപ്പൺ പ്രഭുവിന്റെ ബാക്കി കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോവാം. 1882 സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 19 നിന്ന് 21 വർദ്ധിപ്പിച്ചു. അതായത് ലിട്ടൺ പ്രഭു ചെയ്ത തെറ്റായ കാര്യം ഇദ്ദേഹം തിരുത്തി അല്ലെ? പ്രാദേശിക പത്രഭാഷാ നിയമം റദ്ദ് ചെയ്യുകയും ചെയ്തു. അപ്പൊ 1882 സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 19 നിന്ന് 21 വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ പഴയപടി പുനഃസ്ഥാപിച്ചു. 1882 തന്നെ പ്രാദേശിക പത്രഭാഷാ നിയമം റദ്ദാക്കുകയും ചെയ്തു. 1882 ഹണ്ടർ എന്ന വ്യക്തിയെ അധ്യക്ഷനാക്കിക്കൊണ്ട്, ചെയർമാനാക്കിക്കൊണ്ട് ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. അപ്പൊ നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണാധികാരികൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോ മറ്റ് രണ്ട് വിദ്യാഭ്യാസ കമ്മീഷനുകൾ നേരത്തെ പഠിച്ചു. ഒന്ന് ഓർമ്മിക്കാം, നിങ്ങൾക്കറിയാം, ഒന്ന് ഓർമ്മ വരട്ടെ. 1834 മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു വില്യം ബെന്റിക് പ്രഭു. റിപ്പോർട്ട് സമർപ്പിച്ചത് 1835. ആ റിപ്പോർട്ട് എന്ത് പേരിൽ അറിയപ്പെട്ടു? മെക്കാളെ മിനിറ്റ്സ് എന്നറിയപ്പെട്ടു. വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് 1854 ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ. ഇന്ത്യയിൽ ആദ്യമായി സർവകലാശാലകൾ സ്ഥാപിച്ചത് ആ വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്. അതുകൊണ്ട് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ സർവകലാശാല കമ്മീഷൻ എന്നറിയപ്പെടുന്നത് എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഡൗട്ട് ഉണ്ടാവരുത്, അതുകൊണ്ട് പറഞ്ഞത്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ മൂന്നാമത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണെന്ത്? ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് എന്താണ്? 1882. അപ്പൊ 1882 കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ പഠിക്കുന്നത്. 3 കാര്യങ്ങൾ. എന്തൊക്കെ? സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 19 നിന്ന് 21 വർദ്ധിപ്പിച്ചു. 1882 പ്രാദേശിക പത്രഭാഷാ നിയമം റദ്ദാക്കി. ഈ 2 കാര്യങ്ങളും ലിട്ടൺ പ്രഭു ചെയ്ത കാര്യങ്ങളെ തിരുത്തുകയാണ് അവിടെ ചെയ്തത് അല്ലെ? 1882 വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. അതിന്റെ അധ്യക്ഷനാരാണ്? ഹണ്ടർ. 1882 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കാറുണ്ട്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്നു. അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്, മറക്കരുത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുക? 1882 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രാദേശികമായി അധികാരം നിർവഹിക്കുന്നത്. അതിന്റെ അർത്ഥം അധികാര വികേന്ദ്രീകരണം ഒന്നുകൂടെ ശക്തമാക്കിയെന്നല്ലേ? ഓക്കെ. അപ്പോ റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്ത് അധികാര വികേന്ദ്രീകരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാലും തെറ്റുണ്ടോ? ഇല്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പീസ് തരിക. റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്ത് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ശരിയോ തെറ്റോ? ശരിയാണ്. അത് തന്നെയാണ് എന്ത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഓക്കെ, അധികാര വികേന്ദ്രീകരണം തന്നെയാണ്. 1883 ക്ഷാമ കോഡ് അഥവാ ക്ഷാമ ബിൽ പാസാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഈ ക്ഷാമ കോഡ്?
അല്ലെങ്കിൽ ക്ഷാമ ബില്ലെന്ന് പറയുന്നത്? മറ്റൊന്നുമല്ലടാ, നമുക്ക് തന്നെ അറിയാം. ഇപ്പോ ഒരു ആ, കാർഷിക മേഖലയിൽ ക്ഷാമം അനുഭവം, അപ്പോഴെന്ത് ചെയ്യും സർക്കാർ? ഒരു കമ്മീഷനെ നിയമിക്കും. ഒരു കമ്മീഷനെ നിയമിച്ചിട്ട് എന്ത് ചെയ്യും? കമ്മീഷനെ നിയമിച്ചിട്ട് അതേക്കുറിച്ച് പഠിക്കാൻ പറയും. അപ്പൊ ക്ഷാമം ഉണ്ടായി കഴിഞ്ഞിട്ടാണ് കമ്മീഷനെ നിയമിക്കുക. അപ്പൊ അതിനൊരു ഗ്യാപ്പ് വരും. ഈ കമ്മീഷൻ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കുറെ കാലതാമസം പിടിക്കും. പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കുറെ കാലതാമസം പിടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഈ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ നടപ്പിലാക്കൂ? ഇല്ല, അത് ഗവൺമെന്റ് ഒന്നുകൂടെ പഠിക്കും, വിലയിരുത്തും. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണ സഭ ഒന്നുകൂടെ വിലയിരുത്തും. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? അത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക. അപ്പൊ ഈ ക്ഷാമത്തിന്റെ ഫലമായി കർഷകന് നേരിട്ട് നഷ്ടം നികത്തുവാൻ വീണ്ടും ഒട്ടനവധി കാലതാമസം വരുന്നു. ഈ കാലതാമസം കർഷകനെ വീണ്ടും കൃഷി ചെയ്യാൻ സന്നദ്ധനാക്കുകയുമില്ല. കർഷകന്റെ ജീവിത വരുമാനം അവിടെ നിലയ്ക്കും. കർഷകൻ കൊടിയ പട്ടിണിയിലേക്കോ ദാരിദ്ര്യത്തിലേക്കോ പോകും. അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റിപ്പൺ പ്രഭു നടപ്പിലാക്കിയ സമ്പ്രദായമാണ് ക്ഷാമകോട്. എന്ന് പറഞ്ഞാൽ, ക്ഷാമത്തിൽ വിളകൾക്ക് നാശം സംഭവിച്ചാൽ ആ വിളകൾക്ക് എന്ത് ചെയ്യും? ഉടനടി നഷ്ടപരിഹാരം നൽകും. അതിനു വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ അദ്ദേഹം, ഒരു മാർഗനിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതാണ് ക്ഷാമകോട് എന്ന് പറയുക. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു വിള കൃഷി ഇറക്കി ഒരു 2 മാസത്തിനുള്ളിൽ നശിച്ചു കഴിഞ്ഞാൽ ഇത്ര നഷ്ടപരിഹാരം കിട്ടും. 5 മാസത്തിനുള്ളിൽ നശിച്ച ഇത്ര നഷ്ടപരിഹാരം, 1 വർഷത്തിനുള്ളിലാണ് നശിക്കുന്നത് ഇത്ര നഷ്ടപരിഹാരം എന്നെന്ത് ചെയ്തു? അദ്ദേഹം സ്ട്രക്ചർ ചെയ്ത് വെച്ചു. ഓരോ വിളകൾക്കും, പ്രധാനപ്പെട്ട ഓരോ വിളകൾക്കും ഇത്ര നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ആ ക്ഷാമകോടാണ് പിൽക്കാലത്ത് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ മാർഗരേഖയായി സ്വീകരിച്ചത്. അതാണ് ഞാൻ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞത്. ഇന്ന് കർഷകര് അവരുടെ കൃഷിയിന്മേൽ അല്ലെങ്കിൽ വിളയിന്മേൽ ഇൻഷുറൻസ് എടുത്താൽ, വിള ഇൻഷുറൻസ് എടുത്താൽ പ്രകൃതി സംബന്ധമായി കൊടുങ്കാറ്റ് അല്ലെങ്കിൽ മഴയുടെ ഫലമായി കൃഷി നശിച്ചാൽ എന്ത് കിട്ടും? അവർക്ക് നഷ്ടപരിഹാരം കിട്ടും. വിള ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർക്ക്. അതിനുവേണ്ടി പ്രത്യേകിച്ച് കമ്മീഷൻസ് പഠിക്കുകയൊന്നും വേണ്ട. വിള നശിച്ചു, അതിനുവേണ്ടി നമ്മൾ ക്ലെയിം ചെയ്യുന്നു, കിട്ടുന്നു, അത്രമാത്രം. അപ്പൊ അത്തരത്തിൽ ആദ്യമായി കർഷകന് നഷ്ടമായ വിളയുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ക്ഷാമകോട് രൂപീകരിച്ചത് ആരായിരുന്നു? റിപ്പൺ പ്രഭു ആയിരുന്നു. പക്ഷെ എന്നാണ് ക്ഷാമകോട് രൂപീകരിക്കുക? 1883. അഫ്ഗാനിസ്ഥാനുമായുള്ള സൗഹൃദ ബന്ധം പുനഃസ്ഥാപിച്ചു. അഫ്ഗാനിസ്ഥാനുമായുള്ള സൗഹൃദ ബന്ധം പുനഃസ്ഥാപിച്ചു എന്ന് പറയാം. പ്രാധാന്യമുണ്ട്, മറക്കരുത് കേട്ടോ. അപ്പൊ അഫ്ഗാനിസ്ഥാനുമായി സൗഹൃദ ബന്ധം പുനഃസ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? റിപ്പൺ പ്രഭു ആണ്. അപ്പൊ റിപ്പൺ പ്രഭു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണ്, ശരിയല്ലേ? അല്ലേ? അപ്പൊ 1883 എന്ത് ചെയ്തു? ക്ഷാമകോട് രൂപീകരിച്ചു, അല്ലെങ്കിൽ ക്ഷാമ ബില്ല് പാസ്സാക്കി എന്ന് പറയാം. രണ്ടും ശരിയാണ്. ക്ഷാമകോട് രൂപീകരിച്ചു അല്ലെങ്കിൽ ക്ഷാമ ബില്ല് പാസ്സാക്കി എന്ന് നമുക്ക് പറയാം. അതുകഴിഞ്ഞ് നമ്മൾ പറയുന്നത് എന്താണ്? യെസ്, അഫ്ഗാനിസ്ഥാനുമായി സൗഹൃദ ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. 1882 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പൺ പ്രഭുവിനെ എന്തെന്ന് വിളിച്ചു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ്, ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് വിളിച്ചു. 1883 ക്ഷാമകോട് അഥവാ ക്ഷാമ ബില്ല് പാസാക്കി. അഫ്ഗാനിസ്ഥാനുമായി സൗഹൃദ ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കഴിഞ്ഞിട്ടില്ല കേട്ടോ. 1883 ഇൽബർട്ട് ബിൽ പാസാക്കി. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ച് നീതിന്യായ വ്യവസ്ഥയിലെ ഉദ്യോഗസ്ഥർക്ക് അഭിമാനമുണ്ടാക്കിയ ഒരു ബില്ലായിരുന്നു. അതായത് തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബില്ലായിരുന്നു ഗിൽബർട്ട് ബിൽ എന്ന് പറയുന്നത്. അത് തന്നെ പക്ഷേ റിപ്പൺ പ്രഭുവിന് വിനയായി മാറുകയും ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണ്. അതിലേക്ക് അപ്പോ 1883 ഇൽബർട്ട് ബിൽ പാസ്സാക്കി. എന്താണ് ഇൽബർട്ട് ബിൽ? എന്താണ് ഇൽബർട്ട് ബിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥിതിയിലെ വേർതിരിവ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. സംഭവം മറ്റൊന്നുമല്ലടാ, ഇന്ത്യക്കാരായ ജനങ്ങൾക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാകാമല്ലോ. കുറേയധികം പേര് ബ്രിട്ടീഷ് ജഡ്ജിമാരൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കുറേയധികം പേര് അറിയാം നമുക്ക്, അല്ലെ? അതിൽ 1857 കാലഘട്ടത്ത് ഇന്ത്യക്കാരായ വിപ്ലവകാരികളെ വിചാരണ ചെയ്ത ബ്രിട്ടീഷ് ജഡ്ജായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയാം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് ദ കേസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. ഓക്കെ, അദ്ദേഹമാണ് പിന്നീട് മുസ്ലിം സമുദായത്തിന് ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അലിഗഡ് പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം
ഇസ്ലാം മത വിശ്വാസികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു? ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അതായത് ഇന്ത്യക്കാരായ ബ്രിട്ടീഷ് ജഡ്ജിമാർക്ക് ഇന്ത്യക്കാരെ മാത്രമേ വിചാരണ ചെയ്യാൻ അനുമതി ഉണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരായ ജഡ്ജിമാർക്ക് ഇന്ത്യക്കാരെയും ബ്രിട്ടീഷുകാരെയും വിചാരണ ചെയ്യാം. അതിന്റെ അർത്ഥം ബ്രിട്ടീഷ് പൗരന്മാരായ ജഡ്ജിമാരാണെങ്കിൽ അവര് ഒന്നാം തരം ജഡ്ജിമാരായി കൺസിഡർ ചെയ്തിരുന്നു. ഇന്ത്യക്കാരായ ബ്രിട്ടീഷ് ജഡ്ജിമാരാണെങ്കിൽ അവരെ ഒരു രണ്ടാം തരക്കാരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അവരെ ഇന്ത്യക്കാരായ ജഡ്ജിമാർക്ക് ഇന്ത്യക്കാരെ മാത്രമേ വിചാരണ ചെയ്യാൻ കഴിയൂ എന്നൊരു കാഴ്ചപ്പാട് ഒഴിവാക്കി. ഓക്കെ, അപ്പൊ നീതിന്യായ വ്യവസ്ഥയിലെ വേർതിരിവ് അവസാനിപ്പിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഇൽബർട്ട് ബില്ല് കൊണ്ടുവരുന്നത്. ഈ ഇൽബർട്ട് ബില്ലോട് കൂടി എന്ത് ചെയ്തു? ഇന്ത്യക്കാരായ ബ്രിട്ടീഷ് ജഡ്ജിമാർക്ക് ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാനുള്ള അധികാരം ലഭിച്ചു. ഓക്കെ, അപ്പൊ 1883 ഇൽബർട്ട് ബിൽ പാസ്സാക്കി എന്തിനു വേണ്ടി? നീതിന്യായ വ്യവസ്ഥയിലെ വേർതിരിവ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഇന്ത്യൻ ജഡ്ജിമാർക്ക് ആരെ വിചാരണ ചെയ്യാൻ? ബ്രിട്ടീഷ് പൗരന്മാരെ വിചാരണ ചെയ്യാനും അനുമതി ലഭിച്ചു. 1884 ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനായ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് ആര്? റിപ്പൺ പ്രഭു. 1884 ബ്രിട്ടനില് ലേബർ പാർട്ടിയുടെ അധികാരം അവസാനിച്ചു. പകരം ആര് വന്നു? ലിബറൽ പാർട്ടി വന്നു. ലിബറൽ പാർട്ടി വന്നപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ റിപ്പൺ പ്രൂഫ് ഭരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനാക്കി. അത് കാരണം അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോ ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനായ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. ഏത് വർഷം? 1884. ഇംപീച്ച്മെന്റിനുള്ള കാരണം ഈജിപ്റ്റ് പ്രശ്നമാണ്. അദ്ദേഹം ഇന്ത്യയിൽ സേവനം ചെയ്യുന്നതിന് മുമ്പ് ഈജിപ്തിൽ സേവനം ചെയ്ത സമയത്ത് യഹൂദരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് ബ്രിട്ടന് നാണക്കേടുണ്ടാക്കി എന്നും പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തെ ഇംപീച്ച്മെന്റിന് വിധേയനാക്കുക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? 1883 ഇൽബർട്ട് ബിൽ പാസ്സാക്കി. എന്തിനാണ് ഇൽബർട്ട് ബില്ല്? നീതിന്യായ വ്യവസ്ഥയിലെ വേർതിരിവ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി. 1884 ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനായ ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. കാരണം ഈജിപ്ത് പ്രശ്നം. അപ്പൊ ഓർമ്മിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനായ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ രാജിവെച്ച ആദ്യ വൈസ്രോയി ആര്? നോർത്ത് ബ്രൂക്ക്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭു. ഓക്കെ അല്ലേ? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. അപ്പോൾ റിപ്പൺ പ്രഭു പഠിച്ചു കഴിഞ്ഞു. പൂർണ്ണമായും നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ, ചെറിയൊരു ഏരിയ ആണ് അല്ലെ നമ്മളൊന്ന് പഠിച്ചത്. റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭു ഇന്ത്യയുടെ വൈസ്രോയിയെ സേവനം ചെയ്തത് 1880 മുതൽ 1884 വരെ. വിശേഷണങ്ങൾ: ജനകീയനായ വൈസ്രോയി, ദ മോസ്റ്റ് പോപ്പുലർ വൈസ്രോയി കേട്ടോ. ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് എന്നറിയപ്പെടുന്നു. ഗ്ലാഡ്സ്റ്റൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ലേബർ പാർട്ടിയുടെ വ്യക്താവായ പ്രൈം മിനിസ്റ്റർ ആണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ നേതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായി നവറോജിയുമാണ്. ഇന്ത്യയിൽ ആദ്യമായി തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് റിപ്പൺ പ്രഭുവാണ്. 1881 ഒന്നാം ഫാക്ടറി നിയമം പാസാക്കി. ഈ ഫാക്ടറി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബാലവേല നിരോധനം നടപ്പിലാക്കി. 1881 ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടപ്പിലാക്കി. എന്നാൽ ആദ്യ സെൻസസ് നടപ്പിലാക്കിയത് 1872 മയോ പ്രഭുവാണ് എന്ന കാര്യവും ഓർമ്മയിലുണ്ടാവണം. 1881 മൈസൂറിൽ രാജാധികാരം പുനഃസ്ഥാപിച്ചു. ഇന്ത്യയിൽ ആദ്യമായി മൈസൂറിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചത് റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ 1881 അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച നാട്ടുരാജ്യം തിരുവിതാംകൂറാണ് 1888. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ച നാട്ടുരാജ്യം എന്ന് ചോദിച്ചാൽ അത് മൈസൂറാണ് 1881. മറക്കല്ലേ. അടുത്ത് പറയുന്നു 1882 സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 19 നിന്ന് 21 വർദ്ധിപ്പിച്ചു. 21 ആയിരുന്നത് 19 കുറിച്ചത് ലിട്ടൺ പ്രഭു ആയിരുന്നു. അതിന് ചേഞ്ച് വരുത്തിയിരുന്നു. 1882 പ്രാദേശിക പത്രഭാഷാ നിയമം റദ്ദ് ചെയ്തു. 1882 ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. 1882 തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടക്കം കുറിച്ച് അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയെന്ന് പറയാം. കേന്ദ്രതലത്തിലെ ഭരണം പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടു നൽകി എന്നർത്ഥം അല്ലെ. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും
സാർ അപ്പോൾ ബൽവന്ത് റായ് മേത്തയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യെസ്, പഞ്ചായത്ത് സമ്പ്രദായത്തിന്റെ പിതാവ് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന്റെ പിതാവാണ് ആര്? ബൽവന്ത് റായ് മേത്ത. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ബൽവന്ത് റായ് മേത്ത തന്നെ. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്, മറക്കരുത്. 1883 ക്ഷാമക്കോട് അഥവാ ക്ഷാമ ബിൽ പാസ്സാക്കിയത് റിപ്പൺ പ്രഭുവാണ്. അഫ്ഗാനിസ്ഥാനുമായി സൗഹൃദ ബന്ധം പുനഃസ്ഥാപിച്ചതും ആര് തന്നെ? റിപ്പൺ പ്രഭു തന്നെ. 1883 ഇൽബർട്ട് ബിൽ പാസ്സാക്കി. എന്താണ് ഇൽബർട്ട് ബിൽ എന്ന് പറയുന്നത്? നീതിന്യായ വ്യവസ്ഥയിലെ വേർതിരിവ് അവസാനിപ്പിക്കുന്നതിലൂടെ ബില്ല്. അതായത് ഇന്ത്യൻ ജഡ്ജിമാർക്ക് ബ്രിട്ടീഷ് പൗരന്മാരെ വിചാരണ ചെയ്യാനുള്ള അനുമതി ലഭിച്ചു. 1884 ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനായ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് നമ്മുടെ റിപ്പൺ പ്രഭു. ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിങ്സിനെ പറയണം. ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനായ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ എന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവിനെ പറയണം. ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി എന്നാണ് ചോദ്യമെങ്കിൽ റിപ്പൺ പ്രഭുവിനെ. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ രാജിവെച്ച ആദ്യ ഗവർണർ ജനറൽ എന്നാണ് ചോദ്യമെങ്കിൽ വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ രാജിവെച്ച ആദ്യ വൈസ്രോയി എന്നാണ് ചോദ്യമെങ്കിൽ അതാരാണ്? നോർത്ത് ബ്രൂക്കുമാണ്. ഓക്കെ, അപ്പൊ മറക്കരുത്, റിപ്പൺ പ്രഭുവിനെ ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനാക്കാൻ കാരണമായത് എന്താണ്? ഈജിപ്റ്റ് പ്രശ്നമാണ്. ഈജിപ്തിലെ യഹൂദരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അത് നമുക്ക് ഡീറ്റെയിൽഡ് പഠിക്കാനില്ല, കാരണം ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടതല്ല. ജസ്റ്റ് ഈജിപ്റ്റ് പ്രശ്നം ഒന്ന് മാത്രം പഠിച്ചാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പൂർണ്ണമായും പഠിച്ചത് റിപ്പൺ പ്രഭുവിനെ കുറിച്ചായിരുന്നു. അപ്പോൾ റിപ്പൺ പ്രഭുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വരിക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ലിട്ടൺ പ്രഭുവാണ് പഠിച്ചത്. ആ ലിട്ടൺ പ്രഭു നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ റിപ്പൺ പ്രഭു എന്തുകൊണ്ട് ഇക്കാര്യം ചെയ്തു എന്ന കാര്യം മനസ്സിലാവത്തുള്ളൂ. എന്തുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നു? ജനകീയനായ വൈസ്രോയി, ദ മോസ്റ്റ് പോപ്പുലർ വൈസ്രോയി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൃത്യമായി പഠിച്ചു വരിക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി ചോദിക്കുവാനായിട്ട് ശ്രമിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.